സോഷ്യൽ മീഡിയയുടെ ആൽഗോരിതത്തിനെ പറ്റി ചെറിയ പരാമർശം വന്നു. ശരിക്കും എന്താണ് ഈ ആൽഗോരിതം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളതെന്ന് പറയാൻ പറ്റുമോ? ഓൾറൈറ്റ്, ഞാൻ ഐ എം നോട്ട് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പോൾ അതിൻ്റെ കോഡുകളും കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, പക്ഷേ എൻ്റെ സൈക്കോളജിക്കൽ ഡയമെൻഷൻ ഞാൻ ടച്ച് ചെയ്യാം. ഈ ആൽഗോരിതംസ് ആർ വെരി ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റുകൾ നമ്മളെ അടുത്തേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ സെർച്ച് ചെയ്യുക നമുക്ക് ഇൻട്രസ്റ്റുകളുള്ള കാര്യങ്ങളായിരിക്കും. എൻ്റെ അനിയൻ്റെ ചെറിയൊരു അനിയനുണ്ട്, അവൻ്റെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ആ ഒരു സെർച്ച് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കാറുകളും ഫുട്ബോളുമാണ്. അപ്പോൾ കാറുകളും ഫുട്ബോളുമാണ് അവന് ഇഷ്ടം എന്നുള്ളത് ആർക്കറിയാം? ഇൻസ്റ്റഗ്രാമർ. അതുമാത്രമല്ല, ശരിക്കും പേടിപ്പെടുത്തുന്നൊരു കാര്യം കൂടിയാണത്. ഇപ്പോൾ ഞാനങ്ങനെ സോഷ്യൽ മീഡിയ അത്ര കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളല്ല, പക്ഷേ പലപ്പോഴും ഇപ്പോൾ എൻ്റെ കൗൺസിലിംഗ്, ഓൺലൈൻ കൗൺസിലിംഗ് വരുമ്പോൾ നമ്മളെ ഫോൺ ഇവിടെ അടുത്തുണ്ടാവുമല്ലോ, ഞാൻ ലാപ്ടോപ്പിലാണ് കൗൺസിൽ ചെയ്യുക. അതിൽ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ, സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് എനിക്ക് വരുന്നത്. ശരിക്കും ഭയങ്കര അത്ഭുതം. ഇപ്പോൾ മാരിറ്റൽ കൗൺസിലിംഗ് കൂടുതൽ വന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാരിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കോട്ടുകളും അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ്. അപ്പോൾ അത്ര കൂടുതൽ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് നമ്മളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രക്രിയ. ദാറ്റ് ഈസ് വാട്ട് ആൽഗോരിതമിക് മാനിപ്പുലേഷൻ ഈസ്. നമ്മൾ വളരെ കൂടുതൽ സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ബേസിക്കലി അത്. അപ്പോൾ അത്ര രീതിയിൽ നമ്മളെന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റുകളാണ് വരുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ അതിലിരിക്കും. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോൾ കുറേ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയാണ് വരുന്നെങ്കിൽ അത്ര സമയം അതിലിരിക്കില്ല. അതിന് പകരം അവനിഷ്ടമുള്ള കുറേ ട്രോളുകളും മീമുകളും സ്റ്റാൻഡപ്പ് കോമഡി കാര്യങ്ങളും പിന്നെ കാറുകളും ഭയങ്കര ഫോങ് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള കുറേ ഫുട്ബോളിൻ്റെ കാര്യങ്ങളും ഡ്രാമകളൊക്കെ വരുന്നെങ്കിൽ അവന് കൂടുതൽ ഇഷ്ടപ്പെടും, കൂടുതൽ സമയം അവന് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ദിസ് ഈസ് നോട്ട് ഇറ്റ് ഈസ് നോട്ട് ഇന്നസെൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് ആക്സിഡൻറ്റൽ, it is not coincidental, it is clearly planned, it is part of an agenda, it is part of a propaganda. ഇങ്ങനെയാണ് this is how their finances actually work. അവർക്ക് പൈസ ഉണ്ടാക്കുന്നത്, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ അറ്റൻഷൻ വെച്ചിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് എക്സ്ട്രാ കോഷനും എക്സ്ട്രാ സ്റ്റെപ്പുകളും നിർബന്ധമായിട്ട് എടുക്കേണ്ടതുണ്ട്. പൊതുവെ പറയാറുണ്ട് വെൻ സംതിങ് ഇസ് ഫോർ ഫ്രീ യു ആർ ദ പ്രൊഡക്റ്റ്. എക്സാക്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം. പക്ഷേ ഈ ആഡുകൾ വരുന്നത് നമുക്ക് എന്താണ് ആവശ്യമുള്ള ആ ഒരു സാധനം കറക്റ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് ആവശ്യക്കാരാണെങ്കിൽ അത് എടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റായി മാറാണെന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയണം തോന്നുന്നു.